ഓ ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ ഓഫ് ഡേ ആണ്. അപ്പം ഞാൻ ഇതിനകത്തൊന്ന് കുറച്ച് നേരം ഒന്ന് അധികം ഉറങ്ങും. ഒരു 8:30-9 മണിയൊക്കെ ആവും കേട്ടോ എഴുന്നേക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഒന്ന് ഫ്രഷ് ആയിട്ട് വന്നിട്ട് സ്കിൻ കെയർ ഒക്കെ ചെയ്യുകയാണ്. ഒരു ബേസിക് സ്കിൻ കെയർ ആണ് കേട്ടോ ചെയ്യുന്നത്. ഒരു സിറം, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ. അപ്പോൾ ഇത് ഞാനങ്ങനെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളൊന്നും അല്ലായിരുന്നു കേട്ടോ ഇങ്ങനെ സ്കിൻ കെയർ ഒക്കെ. പക്ഷേ ഇപ്പോൾ ഒരു 2 ഇയേഴ്സ് ആയിട്ട് കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഇവിടെ ചൂടൊക്കെ അധികമായതുകൊണ്ട് സൺസ്ക്രീൻ ഒന്നും ഇടാണ്ട് പോകാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് ഞാനൊന്ന് ഫോളോ ചെയ്ത് വരുന്നതാണ് കേട്ടോ. പക്ഷേ എന്തുകൊണ്ടും നമുക്ക് നല്ലതായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. നമ്മുടെ സ്കിന്നൊക്കെ ഒന്ന് ഹൈഡ്രേറ്റ് ആയിട്ട് ഇരിക്കും. അപ്പോൾ ഞാൻ യൂസ് ചെയ്ത എല്ലാ പ്രൊഡക്റ്റും ഡെർമാക്കോടെ തന്നെയാണ് കേട്ടോ. അതിൽ മോയ്സ്ചറൈസർ മാത്രമാണ് സെറ്റാഫിലിൻ്റെ ഉള്ളത്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ടാവാനും നല്ലൊരു ഒരു സമാധാനമുള്ളൊരു ഫീലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇതായി ഒരു സാധനം. ഇതൊരു അഗർബത്തിയുടെ പോലത്തെ ഒരു സ്റ്റിക്കാണ് കേട്ടോ. നല്ല മണമാണ്. ത്രിവേണിയുടെയാണ്. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കേട്ടോ. നല്ല മണമാണ്. അത് ഒരു നാട്ടിലൊരു ഫീലൊക്കെയാണ്. നമ്മുടെ ഈ അഗർബത്തിയുടെയൊക്കെ ഒരു സ്മെല്ലാണ്. അപ്പം ആ നാട്ടിലെ ഒരു ഫീലും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ഒന്ന് ചെയ്ത് വെക്കൂട്ടോ. രാവിലെ എല്ലാ ദിവസമൊന്നുമില്ല, ഇങ്ങനെ ടൈമുള്ള സമയങ്ങളിൽ മാത്രം. ഈ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് പ്രത്യേകിച്ച് അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. ഇത് ഞാൻ തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ടിച്ച് ചിയാ സീഡാണ് കേട്ടോ. ചിയാ സീഡ് നമ്മുടെ നല്ല രീതിയിൽ ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഒരു സാധനമാണ് കേട്ടോ. അത് തലേ ദിവസം വെള്ളത്തിലിട്ട് പിറ്റേന്ന് രാവിലെ നമുക്ക് കുടിക്കാം. അല്ലെങ്കിൽ നമ്മൾ ഫുഡ് കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് ഓട്സ് ഒക്കെ ആണെങ്കിൽ അതിൽ മിക്സ് ചെയ്തൊക്കെ കഴിക്കാം കേട്ടോ. അപ്പോൾ ഹിനുവിന് നൂഡിൽസ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കാര്യം ഗ്രാറ്റിറ്റ്യൂഡ് ജേണലാണ് കേട്ടോ. നമ്മൾ ഡെയിലി നമുക്ക് ജേണൽ എഴുതാം. ഞാനിപ്പോൾ എഴുതുന്നതെന്ന് പറഞ്ഞാൽ ഗ്രാറ്റിറ്റ്യൂഡ് ജേണലാണ്. നമുക്ക് എപ്പോഴും നമുക്കില്ലാത്ത കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുന്നതിനേക്കാളും നമുക്ക് ഉള്ള കാര്യങ്ങളിൽ നമ്മളെപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിരിക്കുക എന്നുള്ളതാണ് കേട്ടോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഞാൻ അങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതും. അതുപോലെ തന്നെ ഡെയിലി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു ഡെയിലി പ്ലാൻ ഇടാറുണ്ട് കേട്ടോ. ഡെയിലി പ്ലാൻ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെക്കും. അന്ന് എന്തെങ്കിലും ഓഫീസിലാണെങ്കിൽ എന്തെങ്കിലും കോൾസ് അപ്പോയിൻമെൻറ്റോ അങ്ങനത്തെ എന്തെങ്കിലും ചെയ്യാനുണ്ടോ എല്ലാം ഞാൻ ഒരു പ്ലാനറിലാണ് കേട്ടോ ചെയ്യുന്നത്. വീട്ടിലെ കാര്യങ്ങളും അതുപോലെ ഹിനുവിൻ്റെ ഹോംവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അവൾക്ക് ഹെൽപ്പ് ചെയ്യേണ്ട കാര്യങ്ങളും എല്ലാം എഴുതി വെക്കും. പിന്നെ അതാ ഇപ്പോൾ എഴുതുന്നതെന്ന് പറഞ്ഞാൽ ഗ്രോസറി നമുക്കിനി വാങ്ങിക്കാനുള്ള ലിസ്റ്റാണ് കേട്ടോ. ഇതെല്ലാം ഫ്രൈഡേ ആണ് ചെയ്തു വെക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ ഒരു വീക്കിലേക്കുള്ള മീൽ പ്ലാനും അതേപോലെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ അതിലെന്തെങ്കിലും മിസ്സിംഗ് ഉണ്ടെങ്കിൽ അത് ഗ്രോസറി ലിസ്റ്റിലേക്ക് എഴുതി വെക്കും. എന്നിട്ട് അങ്ങനെയാണ് കേട്ടോ ഞാൻ സാധനങ്ങൾ വാങ്ങുന്നത്. അതിനുശേഷം ഹിനുവിന് നൂഡിൽസാണ് കഴിച്ചത്. അപ്പോൾ ഞാൻ ഒരു ബ്രെഡ് ഓംലെറ്റ് ഉണ്ടായി കഴിക്കാമെന്ന് വെച്ചിട്ട് പിന്നെ ചിയാ സീഡ് കുടിച്ചതിന് ശേഷം ഒരു അരമണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്കും ഇന്നിപ്പോൾ വേറെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കാൻ വയ്യ. അതുകൊണ്ട് ഒരു ബ്രെഡ് ഓംലെറ്റ് ആണ് കഴിക്കുന്നത്. കോഫി ഉണ്ടാക്കിയിട്ട് ബ്രെഡ് ഓംലെറ്റ് കഴിക്കും കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് കുക്ക് ചെയ്യാൻ ചെന്നാലും ഹിനു ഇവിടെ ഹെൽപ്പറായിട്ട് വരും. അങ്ങനെ ഹിനു ആണ് തിരിച്ചിടാനൊക്കെ വന്നത്. അപ്പം അവൾക്ക് ചെറിയ ചെറിയ പണികളൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവളും എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പം ഞാനത് വേണ്ടാന്നും പറയില്ല. അപ്പോൾ അവളും എല്ലാ കാര്യങ്ങളൊക്കെ പഠിക്കട്ടെ എന്ന് വിചാരിക്കും. അത് കഴിഞ്ഞിട്ട് ഞാനൊക്കെ ബ്രെഡ് ഓംലെറ്റും അപ്പോൾ ഹിനുവിന് ബ്രെഡ് ന്യൂട്ടല്ലയും കഴിക്കണം. അങ്ങനെ അത് കഴിച്ച് നമ്മൾ വർത്തമാനം പറയണം. അപ്പോൾ വീഡിയോ എടുക്കുന്നത് കൊണ്ട് ഹിനുവിന് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടേക്ക് വീഡിയോയുടെ നോക്കുന്നു. വീഡിയോയിൽ ബ്രെഡ് കഴിക്കുവാണെന്ന് പറയണം. അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സംസാരിച്ചുകൊണ്ട് നമ്മൾ കഴിക്കുന്നത്. ഫോണ് കണ്ടുകൊണ്ടായിരുന്നു ഇടയ്ക്ക് വെച്ച് കഴിക്കുന്നത് കേട്ടോ. അത് മാറ്റിയപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരുമിച്ച് കഴിക്കുന്ന സമയത്ത് ഫോൺ ഒഴിവാക്കാമെന്ന് വിചാരിച്ചു. ഇന്നപ്പോൾ ലഞ്ചിന് അപ്പോൾ അതൊരു കുക്കർ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചിക്കനിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുറച്ച് ചിക്കൻ മസാല, തൈര്, ഉപ്പ് ഇത്ര ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. അരമണിക്കൂർ വെക്കുന്നതാണ് നല്ലത്. അപ്പോൾ തൈരിന് പകരം നമ്മൾ നാരങ്ങ നീരൊക്കെ ഒഴിക്കുന്നതാണെങ്കിൽ പെട്ടെന്ന് തന്നെ എടുക്കാം കേട്ടോ. ഒരു 10 മിനിറ്റിലൊക്കെ എടുക്കാം. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയത് പൊട്ടിച്ചിടാൻ വേണ്ടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അതെല്ലാം ഇങ്ങനെ ബോട്ടിലേക്ക് മാറ്റുവാണ്. പിന്നെ എന്തൊക്കെ തീർന്നാലും ഇവിടെ തീരാതെ എപ്പോഴും ഉണ്ടായിരിക്കുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ഈ കോൺ. അതുകൊണ്ട് ഞാൻ പോപ്കോൺ എഴുതിയൊരു ബോട്ടിൽ തന്നെ ഇതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. കാരണം ഇതിനൊരു ഭയങ്കര ഇഷ്ടമാണ് പോപ്കോൺ. അപ്പോൾ ഒന്നും ഇല്ലാണ്ടിരിക്കുന്ന ദിവസം നമുക്ക് തന്നെ സ്വന്തമായിട്ട് അവൾക്ക് ഉണ്ടാക്കി കൊടുക്കാമല്ലോ. അതുകൊണ്ട് ഒരിക്കലും തീരാത്ത അക്ഷയപാത്രമായിട്ടുള്ളൊരു ഐറ്റമാണ് ഇവിടുത്തെ കോൺ ബോക്സ്.
പിന്നെ ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന ഐറ്റംസിൻ്റെ പ്രൊഡക്റ്റിൻ്റെ എന്തെങ്കിലും ലിങ്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ. ഞാനത് കമൻറ്റിൽ തന്നെ പിൻ ചെയ്ത് ചെയ്യാം. അപ്പോൾ അതുപോലെ ഇനി അടുത്തായിട്ട് കുക്കർ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ഒക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് സവാള, തക്കാളി, അതുപോലെ കുറച്ച് മല്ലിയില, കറിവേപ്പില, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ചതച്ചത് കേട്ടോ. എന്നിട്ട് അരിയും കഴുകി ഒന്ന് തോരാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ കുക്കറിലേക്ക് 2 സ്പൂൺ നെയ്യും 2 സ്പൂൺ ഓയിലും ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിനകത്ത് നിന്ന് ഓൾ സ്പൈസസിൽ നമുക്ക് ഏലക്ക, അതുപോലെ ഗ്രാമ്പൂ, പട്ട, പിന്നെ കുറച്ച് കുരുമുളക്, അതുപോലെ കുറച്ച് പെരിഞ്ജീരകം, ഇത്രയും കൂടി ഇട്ടിട്ട് ഒന്ന് മൂപ്പിക്കുക. മൂപ്പിച്ചതിന് ശേഷം അതിനകത്തോട്ട് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാളയിൽ തന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് സവാള ഒന്ന് വഴണ്ടി കിട്ടും. എന്നിട്ട് നമുക്ക് അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി ഇട്ട് കൊടുത്ത് മല്ലിയില അരിഞ്ഞതും കറിവേപ്പിലയും ഇട്ട് മിക്സ് ചെയ്തിട്ട് അതിനകത്തോട്ട് തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി ഇട്ടതിന് ശേഷം തക്കാളി ഒന്ന് ഉടഞ്ഞു വന്നതിന് ശേഷം അതിനകത്ത് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കനും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ചിക്കനും കൂടെ ആഡ് ചെയ്ത് ഒരു 5 മിനിറ്റ് ഒന്ന് തുറന്ന് തന്നെ ഇരുന്ന് വേവിച്ചെടുക്കാം. വേവിച്ചതിന് ശേഷം നമുക്കതിൽ അരി ഇട്ട് കൊടുക്കാം. അരി ഇട്ട് കൊടുത്ത് അരി 1 കപ്പ് അരിയാണ് എടുക്കുന്നതെങ്കിൽ 1 കപ്പ് തന്നെ വെള്ളം എടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഉപ്പും ഇട്ടിട്ട് നമുക്ക് കുക്കർ അടച്ചു കൊടുത്ത് വേവിക്കാം കേട്ടോ. എന്നിട്ടൊരു ഒരു വിസിലടിച്ചിട്ട് അവസാനം നമ്മുടെ അതിൻ്റെ പ്രഷറെല്ലാം തനിയെ പോകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. ഏകദേശം ഒരു 20 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്കും ഒന്ന് അകത്തിരുന്ന് തന്നെ നല്ല രീതിയിൽ കുക്കാവും. അതിന് ശേഷം നമ്മളത് കുക്കറിൽ നിന്ന് മാറ്റണം കേട്ടോ. അല്ലെങ്കിൽ ഇരുന്ന് ആ ചൂടുകൊണ്ട് വീണ്ടും വെന്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് വെന്തതിന് ശേഷം കുക്കറിൽ നിന്ന് മാറ്റി വേറൊരു സെർവിങ് ബൗളിലേക്ക് വല്ലതും മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു വിസിലടിച്ചതിന് ശേഷം ഞാൻ ഓഫ് ചെയ്ത് വെക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഹിനുവിനെ പോയി നോക്കാൻ നേരത്ത് അവളുടെ ടെൻറ്റിലിരുന്ന് കളിക്കുമായിരുന്നു. അപ്പം ലൈറ്റൊക്കെ കത്തിച്ച് വെച്ച് അവളുടെ ഫ്രണ്ട്സിനെയൊക്കെ അവളിങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒറ്റയ്ക്കുള്ളതുകൊണ്ട് ഒറ്റയ്ക്കുള്ള കളികളും കാര്യങ്ങളൊക്കെയാണ്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വന്ന് ശല്യം ചെയ്യുമെന്നേ ഉള്ളൂ, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് വെള്ളം വന്നായിരുന്നു. അപ്പോൾ നമ്മൾ വെള്ളം എടുത്ത് വെച്ചു. പിന്നെ കുക്കർ ബിരിയാണി പൊട്ടിച്ചപ്പോൾ ഇതാ ഇങ്ങനെ ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. പക്ഷേ അത് എന്താണ് പറ്റിയെന്നുള്ളത് ഒരാളുടെ എക്സ്പ്രഷൻ കാണുമ്പോൾ മനസ്സിലാവും. ഹിനു കഴിക്കുകയാണ്. ഹിനു നല്ല രീതിയിൽ എരിയാൻ തുടങ്ങി. നല്ല എരി ഉണ്ടായിരുന്നു കേട്ടോ. ബാക്കിയെല്ലാം സെറ്റായിരുന്നു. നല്ലവണ്ണം കുറച്ചൊക്കെ കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരം പുസ്തകം വായിച്ചു കേട്ടോ. നമ്മൾ ഡെയിലി ഒരു 10 പേജെങ്കിലും വായിക്കാൻ കഴിഞ്ഞാൽ നല്ലതാണ് കേട്ടോ. നമ്മുടെ മനസ്സിനും നമ്മുടെ അറിവിനും എല്ലാത്തിനും നല്ലതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നേരം രണ്ടും കൂടെ കിടന്ന് ഉറങ്ങി കേട്ടോ. അപ്പോൾ ഉറങ്ങി എഴുന്നേറ്റിട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെയാണ്. നാട്ടിൽ പോയി വന്നതിന് ശേഷം ചെടികളൊക്കെ ഭയങ്കരമായിട്ട് മോശം വന്നായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഒന്ന് സെറ്റാക്കി എടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രഷായിട്ട് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചെടിയെല്ലാം ഒന്ന് റീപോർട്ട് ചെയ്തൊക്കെ എല്ലാം ഒന്ന് സെറ്റാക്കിയായിരുന്നു. ഇനി ഇതെല്ലാം നല്ല രീതിയിൽ നോക്കിയാലാണ് പൂവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. റോസയും ഒക്കെ ഒന്ന് ട്രിം ചെയ്തൊക്കെ വിട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതെന്ന് പറഞ്ഞാൽ ഞാൻ കടയിൽ നിന്ന് വാങ്ങിയ മല്ലിയാണ് കേട്ടോ, മല്ലിയില. അതൊന്ന് വെള്ളത്തിൽ ഇങ്ങനെ ഇട്ട് വെച്ചേക്കുവാണ് മുള വരുമോയെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് ഈ പച്ചപ്പും ഹരിതാപ്പയൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാനിങ്ങനെ ചുമ്മാ ഓരോന്നൊക്കെ ട്രൈ ചെയ്ത് ഇതിനെയൊക്കെ കണ്ടില്ലേ, വേര് ചെറുതായിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇതൊക്കെ ഒന്ന് വലുതാക്കി എടുക്കണം, അങ്ങനത്തെ ഉള്ള ഇഷ്ടമുണ്ടോ എനിക്ക്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്പോൾ റീപോർട്ട് ചെയ്തൊരു വലിയ ഒരു ചട്ടിയിലാക്കിയായിരുന്നു കേട്ടോ. അപ്പോൾ അതിങ്ങനെ കൊണ്ടുവന്നിട്ട് അതിനൊരു സ്റ്റിക്കുണ്ട് ഓൾറെഡി. അത് നല്ല രീതിയിൽ പടർന്ന് നിന്നായിരുന്നു കേട്ടോ. പക്ഷേ നാട്ടിൽ പോയിട്ടൊക്കെ വന്നപ്പോഴത്തേക്കും എല്ലാം ഉണങ്ങിപ്പോയി. അപ്പോൾ ആ സ്റ്റിക്കിലേക്കൊന്ന് പടർത്തി കയറ്റാൻ വേണ്ടിയിട്ട് അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ തന്നെ വെച്ചതെന്ന് പറഞ്ഞാൽ വെള്ളം ഒഴിക്കുമ്പോൾ പിന്നെ താഴത്തൊന്നും ആവില്ല, അവിടെ ഒരു കാർപ്പറ്റ് ഇട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് അവിടെ തന്നെ ഒന്ന് വെച്ച് സെറ്റ് ചെയ്തു. എന്നിട്ടൊരു ടോയിൽ വെച്ച് കട്ട് ചെയ്ത് കൊടുത്തിട്ട് അപ്പോൾ അതിങ്ങനെ പടർന്ന് വരുന്നതിനനുസരിച്ച് അതിലേക്ക് തന്നെ കയറ്റി വിടാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ രാത്രിയിലത്തേക്ക് ഭക്ഷണമൊന്നും ഉണ്ടാക്കണ്ടായതുകൊണ്ട് കുറച്ച് സമയം ഫ്രീ ആയിട്ടൊക്കെ ഇരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ബിരിയാണി തന്നെയാണ്, ബിരിയാണി ചൂടാക്കി കഴിച്ചു. പിന്നെ പിറ്റേന്ന് രാവിലെ എനിക്ക് കുടിക്കാനുള്ള ചിയാ സീഡ് വെള്ളത്തിലിട്ട് വെച്ചു കേട്ടോ. എന്നിട്ട് ഞാൻ ഹിനുവും കൂടെ കഥയൊക്കെ പറഞ്ഞിട്ട് കുറച്ച് നേരം പോയി കിടന്ന് ഉറങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. ടാറ്റാ, ബൈ ബൈ.